ടു achnishub. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു DIY ഫെൻസ് ഗാർഡൻ ആണ്, അതും ഇൻഡോറിൽ. കുറച്ച് സ്പേസ് ഉള്ളവർക്കും പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഗാർഡൻ ഏരിയ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ കുറച്ച് സ്പേസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രൻസിൽ ഡോറിൻ്റെ ഒക്കെ ഒരു എൻട്രൻസ് പോർഷനിലൊക്കെ ഇതുപോലെ ഒരു ചെറിയ ഫെൻസ് ഗാർഡൻ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അവിടെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫെൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫെൻസ് ഗാർഡൻ്റെ കൂടെ ഇതുപോലെ ഒരു ചെറിയൊരു വോൾ ആർട്ട് കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വോളൊന്നും നാശാവാതെ തന്നെ നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വോൾ ആർട്ടൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു കൊച്ചു ഗാർഡൻ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സ് ആണ് കൂടുതലും നല്ലത്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു ലെങ്തി പീസായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഫെൻസിന് എത്ര ഹൈറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അല്ലെങ്കിൽ ഇതിനും വലിയ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ നമ്മൾ ആ ഹൈറ്റിനനുസരിച്ചിട്ട് അതിങ്ങനെ ഇതുപോലെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിൽ ഫെൻസ് വരച്ചെടുക്കണം. അതിനായിട്ട് നമുക്കത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഒരു 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മളിതുപോലെ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുക കാർഡ്ബോർഡ് ബോക്സസിൻ്റെ ഫുൾ ലെങ്ത്തിൽ. നമ്മുടെ ഇതിൻ്റെ സൈസൊക്കെ നമ്മുടെ പെൻസിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ അനുസരിച്ച് നമുക്ക് മാറ്റമൊക്കെ വരുത്താം. ഇപ്പം ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി അത് നമ്മൾ ആ പോയിൻറ്റ്സിലൂടെ ലൈൻസ് വരയ്ക്കുക. ഇതുപോലെ കാർഡ്ബോർഡ് പീസിൻ്റെ അറ്റം വരെ നമ്മൾ ഫുൾ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് വരച്ച് കാണിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 5 സെൻറ്റിമീറ്റർ ഓരോ ലൈൻ്റെ ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മളൊരു 2.5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ ഇതുപോലെ ഒരു മാർക്കും കൂടി ഇടുക. എന്നിട്ട് നമ്മളതൊരു കോൺ ഷേപ്പിൽ ഒരു ഇടവിട്ടിട്ട് നമ്മൾ അതൊന്ന് വരച്ചെടുക്കണം. ഇനി കോൺ ഷേപ്പ് വരച്ചെടുത്ത ആ ലൈൻസിൻ്റെ അവിടെ മാത്രം നമ്മൾ ലൈൻ്റെ താഴേക്ക് വീണ്ടും 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തെ കോളത്തേക്ക് അതൊന്ന് ഹൊറിസോണ്ടലായിട്ട് ഇതുപോലെ 2 ലൈൻസ് വരച്ചെടുക്കുക. 5 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അറ്റം വരെ സെയിം ഇതിൽ വരച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ താഴെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ മേലേക്ക് ഇതുപോലെ പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ആ സെയിം കോളത്തിൽ തന്നെ വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഇതുപോലൊരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഫുൾ നമ്മൾ വരച്ചെടുത്തിട്ട് ഇനി നെക്സ്റ്റ് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. പെൻസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
ഫെൻസിൻ്റെ ഷേപ്പിൽ നമ്മൾ ഫുൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിന് കളർ ചെയ്യണം. ഇവിടെ വൈറ്റ് പെയിൻ്റ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഇനി വൈറ്റ് പെയിൻറ്റ് ഇതുപോലെ പെയിൻറ്റ് ചെയ്യാതെ വേറൊരു ഓപ്ഷനുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സൈസിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. നല്ലത് കുറച്ചും കൂടി ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുക്കണം. ഇനി നെക്സ്റ്റ് ഗാർഡനിലേക്ക് വേണ്ട ഗ്രാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ നമ്മൾ പേപ്പർ ഗ്രാസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 കളർ ഗ്രീൻ കളേഴ്സ് എടുക്കുക. ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളേഴ്സാണ് എടുക്കേണ്ടത്. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത്രയും ഫോൾഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫോൾഡ് ചെയ്യണത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഗ്രാസ് കുറച്ച് വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തിൻ പേപ്പർ ആയതുകൊണ്ട് മാത്രം ഇത്രയും പ്രാവശ്യം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഗ്രാസിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ പേപ്പർ ഗ്രാസിന് പകരം നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് യൂസ് ചെയ്യാം. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ ഗാർഡൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇത് കൂടുതൽ ഇൻഎക്സ്പെൻസീവായിട്ട് നമ്മൾ ഗാർഡൻ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ സാധാ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രാസ് കട്ട് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പേപ്പർ ഗ്രാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത് അത്രയും നമ്മൾ നിർത്തിയെടുക്കരുത്. കാരണം ആ ഗ്രാസിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാത്രം ഫോൾഡ് ചെയ്തത് നിർത്തുക. എന്നിട്ട് നമ്മൾ ഫെൻസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് താഴെ ഭാഗത്ത് ഈ ഒരു പേപ്പർ ഗ്രാസ് നമുക്ക് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഗ്രാസ് കട്ട് ചെയ്തെടുത്തപ്പോൾ പേപ്പർ ഫോൾഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ വിട്ടു പോരാണെങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഈ ഫെൻസ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണം ഗ്രാസ്. അതിനുശേഷം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമുക്ക് ഇങ്ങനെയായിരിക്കും ഗ്രാസ് കാണുന്നത്. നമ്മളത് ഫ്രണ്ടിലേക്കായിട്ടൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും വേണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വോളിലൊരു ആർട്ടാണ്. ക്ലൈംബിംഗ് പ്ലാന്റ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ക്രീപ്പ് പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ലീവ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നീളത്തിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലീവ്സ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ക്ലൈംബിംഗ് ഒരു പ്ലാന്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്രീപ്പ് പേപ്പർ തന്നെയാണ് കൂടുതൽ ബെസ്റ്റ്. നമുക്ക് അത് വിചാരിച്ച പോലെ അത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഓരോ ലീവ്സും നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലീവ്സിന് ഒരു ഒറിജിനൽ ലുക്സ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലൈംബിംഗ് പ്ലാന്റിൻ്റെ സ്റ്റെം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ക്രീപ്പ് പേപ്പർ വളരെ തിന്നായിട്ട് നമ്മളിതുപോലെ അധികം വിട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കുക. അതും നല്ല മാക്സിമം ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതിൽ വൈറ്റ് ഗ്ലൂ ആണ് ഇവിടെ അപ്ലൈ ചെയ്യണത്. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്ത് ചുരുട്ടിയെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൈറ്റ് ഗ്ലൂ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് വിട്ടുപോരാതെ തന്നെ ചുരുണ്ടിങ്ങനെ ഇരിക്കും. ഇതുപോലെ കുറച്ചധികം സ്റ്റെം നമ്മൾ ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്കിത് വോളിൽ സെറ്റ് ചെയ്യാനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ നമ്മൾ വോളിൽ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ആ ഫാബ്രിക് ഗ്ലൂവിൻ്റെ മേൽക്കൂടെ നമ്മൾ സ്റ്റെമ്മ് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റെമ്മ് ഒട്ടിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ലീവ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു പേപ്പർ ആർട്ട് ചെയ്യുമ്പോഴും നമ്മൾ
വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. സ്റ്റെം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തുകൊണ്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്നും വോളിൽ ആവശ്യമില്ല, നമുക്കിത് പറിച്ച് കളയണമെങ്കിലും ഇങ്ങനത്തെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ വോൾ നാശമാവാതെ തന്നെ നമുക്ക് അത് എടുത്ത് കളയാം. ഇനി ഈ പേപ്പറിൻ്റെ കളർ എങ്ങാനും വോളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് വാട്ടർ മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് വോളൊന്നും നാശമാവാതെ തന്നെ ഇത് കളയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ലീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധാ ഇവിടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വൈറ്റ് ഗ്ലൂ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊരു ഒരു താഴെയുള്ള കുറച്ച് പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ലീഫും നമ്മളിതുപോലെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി അതിൽ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒതുക്കി കൊടുക്കുക. നമ്മളിപ്പോൾ വോളിൽ കുറച്ചധികം ക്ലൈംബിംഗ് പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കതിൻ്റെ താഴെയായിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ പേപ്പർ ഗ്രാസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമ്മൾ എവിടെയാണോ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വോളിലാണ്. നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. അല്ലെങ്കിൽ ലോ ലൈറ്റ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ ഡോറിൻ്റെ എൻട്രൻസ് പോർഷനിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡോറൊക്കെ തുറന്നു വരുമ്പോൾ നമ്മുടെ ഈ ഗാർഡൻ കാണുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ കാണാൻ രസമുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫെൻസ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ പോണേ ആ ഒരു പോർഷനിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഡബിൾ സൈഡ് സ്റ്റിക്കർ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫെൻസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ചെയ്തതിൻ്റെ മേലക്കൂടെ നമുക്ക് ഈ ഫെൻസ് ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഫെൻസ് ഉണ്ടാക്കി നമ്മളെപ്പോഴും കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം, അല്ലെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. ഇനി നമുക്ക് ഫെൻസിൻ്റെ ഈ രണ്ട് എൻഡ് പോർഷൻ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ ഈ ഒരു രണ്ട് പോർഷനിൽ ഒട്ടിച്ചിട്ട് അത് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് കാർഡ്ബോർഡ് ബോക്സ് ആണ് നമ്മളിവിടെ ഈ ഒരു ഫെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒട്ടിച്ച് തുടങ്ങി. ഇനി ഈ ഒരു സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്കത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഫെൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഇതുപോലെ ലെങ്തി ആയിട്ട് ഫെൻസ് സെറ്റ് ചെയ്യുമ്പോൾ അധികം കട്ടി ഇല്ലാത്ത കാർഡ്ബോർഡ് ആണെങ്കിൽ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആടി നിൽക്കും. അപ്പോൾ നമുക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് പീസസ് ഇടയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഫെൻസ് ഗാർഡൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നമ്മൾ ഈ കാർഡ്ബോർഡ് പീസസ് ഒക്കെ വെച്ച് സ്റ്റഡിയാക്കി വെച്ചിട്ടുണ്ട് ഫെൻസ്. അതുകൂടാതെ LED ലൈറ്റ് 4 സൈഡും ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിൽ ഇതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നൈറ്റ് വ്യൂ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഗാർഡൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ അതിൽ വെള്ളമൊന്നും ആവാതെ, വെള്ളം ഒഴിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളമൊന്നും ആവാതെ വേണം നമ്മൾ നോക്കാനായിട്ട്. ഇനി അതുകൂടാതെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടർഫ്ലൈസ്, അതായത് പ്രിൻ്റ് എടുത്തിട്ട് ആ പേപ്പർ കട്ടിങ്സ് നമ്മൾ ബട്ടർഫ്ലൈയുടെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ്സ് ഒക്കെ ഈ ഫെൻസിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പടർത്തി കൊടുക്കാം.
ഇനി ഡോറ് തുറക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇതൊരു ലിവിങ് റൂമിൻ്റെ ഡോർ എൻട്രൻസിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഗാർഡനാണ് കാണുന്നത്. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇൻസൈഡ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഫെൻസ് ഗാർഡൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൊച്ചു DIY ഫെൻസ് ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.